ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബട്ടൺ മഷ്റൂം റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബട്ടൺ മഷ്റൂം ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലപോലെ ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്. വെള്ളത്തിലിട്ടൊന്ന് കഴുകി ഇതേപോലെ തോല് പൊളിച്ചെടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനിടയിൽ 2 ചെറിയ സവോളയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പച്ചമുളകും മുളകും പൊടിയൊക്കെ വരുമ്പോൾ നല്ലൊരു എരിവ് വരുന്നത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നല്ലപോലെ വഴറ്റി സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ തിന്നാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ഇഞ്ചി സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നു കഴിയുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3/4 ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലപോലെ തീ കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് ആ മസാലയൊക്കെ നല്ലപോലെ വഴണ്ട പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെച്ച് നല്ലപോലെ വഴറ്റി മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ വഴണ്ട് ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു കളറ് മാറി കഴിയുമ്പോൾ നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയൊരു തക്കാളി എടുത്തേക്കണേ. നിങ്ങൾ അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ തക്കാളി വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ തക്കാളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഷ്റൂംസ് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് വെച്ചത് മസാലയൊക്കെ മഷ്റൂമിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷ്റൂം റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.